ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിലിമോറ എന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഫ്രെയിമിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വേണം. വീഡിയോ എഡിറ്റിംഗ് ആവശ്യത്തിന് ഒരു പ്രത്യേക ഫ്രെയിമിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വേണം. അത് ഫിലിമോറയിൽ വെച്ച് തന്നെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും. അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതിനു മുൻപ് നമ്മൾ Kdenliveൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ്. ഇനി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ ഫിലിമോറ ഓപ്പൺ ചെയ്യുന്നു. ഇതിലേക്കൊരു ഫയൽ ആഡ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു വീഡിയോ അത് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുന്നു. അത് ടൈം ലൈനിലേക്ക് വന്നു കഴിഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഈ ഏതെങ്കിലും ഒരു ഫ്രെയിമിൻ്റെ, ഉദാഹരണത്തിന് ഈ ഫ്രെയിമിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് വേണം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യാമറയുടെ ഐക്കൺ കാണാൻ പറ്റും. ഇവിടെ ക്യാമറയുടെ ഐക്കൺ കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ സ്ക്രീൻഷോട്ട് ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ചും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കൺട്രോൾ ആൾട്ട് എസ്, അതായത് കൺട്രോൾ പ്ലസ് ഓൾട്ട് പ്ലസ് എസ്. നമുക്ക് വേറെ ഒരു ഫ്രെയിമിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ എടുത്ത് നോക്കാം. ഈ ഫ്രെയിമിൻ്റെ ഞാൻ ഇതിൽ കീബോർഡാണ് ഉപയോഗിക്കുന്നത്. കൺട്രോൾ ഓൾട്ട് എസ്. അതും വന്നു കഴിഞ്ഞു. ഒന്നുകൂടെ നോക്കാം. അതും വന്നു കഴിഞ്ഞു. ഇനി മോണിറ്ററിൽ തന്നെ ഒന്നുകൂടെ, ഈ ക്യാമറ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഒന്നുകൂടെ നോക്കാം. അതും വന്നു കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് ഇമേജ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്ത് ഇമേജ് ഇങ്ങോട്ട് വലിച്ചിടുന്നു. നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് പ്ലേ ആവുന്നുണ്ട് കറക്റ്റ്. അത് സ്ക്രീൻഷോട്ടെല്ലാം കറക്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഫിലിമോറ എന്ന സോഫ്റ്റ്വെയറിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.